ത്രിയേക ദൈവത്തിന് സ്തുതി. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് വലിയ നോയമ്പിലെ 3-ാം ഞായറാഴ്ച, പക്ഷവാത രോഗിയുടെ ഞായർ. ഇന്ന് നാം വായിച്ചു കേട്ട വിശുദ്ധ വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത് വഴി ഇല്ലെങ്കിലും വഴി കണ്ടെത്തിയ വിശ്വാസത്തെക്കുറിച്ചാണ്. ഇന്ന് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് യേശുവിനെ കാണാൻ അതിയായ ആഗ്രഹമുണ്ട്, എന്നാൽ അതിന് ഒരു വഴിയും കാണുന്നില്ല. എല്ലാം അടഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും? ഒരു ദിവസം യേശു വീട്ടിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ വീട് നിറഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നു. വാതിക്കൽ പോലും ഇടമില്ല. അപ്പോൾ 4 സുഹൃത്തുക്കൾ ഒരു നടക്കാൻ കഴിയാത്ത മനുഷ്യനെ അവിടെ കൊണ്ടുവന്നു. അവർക്ക് അകത്തേക്ക് കടക്കാൻ സാധിച്ചില്ല. ഒരു വഴിയും അവർ കാണുന്നില്ല. അവർ തിരിച്ചു പോയോ? ഇല്ല. അവർ മേൽക്കൂരയിൽ കയറി മേൽക്കൂര തുറന്ന് ആ മനുഷ്യനെ യേശുവിൻ്റെ അടുക്കലേക്ക് ഇറക്കി. യേശു ആദ്യം കണ്ടത് ആ മനുഷ്യനെ ആയിരുന്നില്ല. പിന്നെന്താണ് യേശു കണ്ടത്? അവരുടെ വിശ്വാസത്തെയാണ് യേശു കണ്ടത്. അപ്പോൾ യേശു പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പിന്നീട് പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്കാം. അവൻ ഉടനെ എഴുന്നേറ്റ് നടന്നു. ഇനി നമുക്ക് പഠിക്കാം. 1, സത്യവിശ്വാസം വഴി തുറക്കും. കുട്ടികളെ, വാതിലടഞ്ഞു, പക്ഷേ അവർ തിരിച്ചു പോയോ? ഇല്ല. വിശ്വാസം വഴി കണ്ടെത്തി. നമുക്കും ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ മടി തോന്നാം, തെറ്റ് സമ്മതിക്കാൻ ലജ്ജ തോന്നാം, പള്ളിയിൽ പോകാൻ ആലസ്യം തോന്നാം. അപ്പോൾ നാം എന്ത് ചെയ്യണം? വഴിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. വീണ്ടും ശ്രമിക്കണം, വീണ്ടും പ്രാർത്ഥിക്കണം. യേശുവേ, എന്നെ സഹായിക്കൂ എന്ന് പറയണം. യഥാർത്ഥ വിശ്വാസം എന്നത് വിട്ടുകൊടുക്കാതെ വീണ്ടും ശ്രമിക്കുന്നതാണ്. അപ്പോൾ ദൈവം നമുക്ക് വഴി കാണിക്കും. 2, ആദ്യം ക്ഷമ, പിന്നെ സൗഖ്യം. യേശു ആദ്യം രോഗം സൗഖ്യമാക്കിയില്ല. ആദ്യം രോഗിയുടെ പാപങ്ങൾ ക്ഷമിച്ചു. കുട്ടികളെ, നിങ്ങൾ വീട്ടിൽ ഒരു തെറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു കള്ളം പറഞ്ഞാൽ ഉള്ളിൽ എന്ത് തോന്നും? മനസ്സ് സന്തോഷമാകുമോ? ഇല്ലല്ലോ. നമുക്ക് ഭയം തോന്നും. അമ്മ അറിഞ്ഞാൽ എന്താകുമെന്ന് നാം ചിന്തിക്കും. പക്ഷേ അമ്മയെ ക്ഷമിക്കണമെന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ലഘുവാകില്ലേ? വീണ്ടും നമുക്ക് സന്തോഷം വരില്ലേ? അതാണ് യഥാർത്ഥ സൗഖ്യം. അതാണ് മനസ്സിൻ്റെ സൗഖ്യം. അതുകൊണ്ടാണ് യേശു ആദ്യം പാപം ക്ഷമിച്ചത്. വലിയ നോയമ്പ് എന്തിനാണ് കുഞ്ഞുങ്ങളെ? നമ്മുടെ ഹൃദയം ശുദ്ധമാക്കാൻ, ദൈവത്തോട് ക്ഷമിക്കണം എന്ന് പറയാൻ, വീണ്ടും നല്ല കുട്ടികളായി ജീവിക്കാൻ. 3, നല്ല സുഹൃത്തുക്കളാവുക. ആ രോഗിക്ക് ഒറ്റയ്ക്ക് യേശുവിൻ്റെ അടുക്കൽ വരാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ അവൻ്റെ സുഹൃത്തുക്കൾ അവനെ എടുത്തുകൊണ്ടുവന്നു. കുട്ടികളെ, നിങ്ങൾ എങ്ങനെയുള്ള സുഹൃത്തുക്കളാണ്? സുഹൃത്ത് കരയുമ്പോൾ ആശ്വസിപ്പിക്കുന്നവനാണോ? പ്രാർത്ഥിക്കാൻ ഓർമ്മിപ്പിക്കുന്നവനാണോ? തെറ്റ് ചെയ്യുമ്പോൾ സ്നേഹത്തോട് അത് ശരിയല്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നവരാണോ? പള്ളിയിലേക്കും സൺഡേ സ്കൂളിലേക്കും കൂട്ടുകാരെ കൂട്ടിക്കൊണ്ടുവരുന്നവരാണോ? നല്ല സുഹൃത്ത് എന്നത് കൂട്ടുകാരനെ സന്തോഷിപ്പിക്കുന്നവൻ മാത്രമല്ല, എന്നാൽ അവനെ നല്ല വഴിയിൽ നടക്കാൻ സഹായിക്കുന്നവനും കൂടെയാണ്. യേശുവിൻ്റെ അടുക്കലെത്താൻ സഹായിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. നമുക്കും അത്തരത്തിലുള്ള സുഹൃത്തുക്കളാകാം. ഇന്ന് യേശു നമ്മോട് പറയുന്നു, എഴുന്നേറ്റ് നടക്ക, പാപത്തിൽ കിടക്കാതെ. തെറ്റ് ചെയ്താൽ വീണ്ടും എഴുന്നേൽക്കുക, ക്ഷമ ചോദിച്ച് മുന്നോട്ട് നടക്കുക, വിശ്വാസത്തോടെ ജീവിതം തുടരുക. കുഞ്ഞുങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്ക് ഉറച്ച വിശ്വാസം തരണമേ. ഞാൻ ചെയ്ത പാപങ്ങൾ ക്ഷമിക്കണമേ. എൻ്റെ ഹൃദയം ശുദ്ധമാക്കണമേ. ഈ വലിയ നോയമ്പിൽ നിനക്കൊപ്പം നടക്കാൻ എന്നെ സഹായിക്കണമേ. ആമേൻ.